നമസ്കാരം. ഇന്നത്തെ കേരളത്തിലേക്ക് വരുന്നു തെരഞ്ഞെടുപ്പ് കാലം. സീറ്റ് വിഭജന കാര്യത്തിൽ യുഡിഎഫിൽ ആശയക്കുഴപ്പം. സീറ്റ് വിഭജനമോ സ്ഥാനാർത്ഥി വിഷയമോ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗും വ്യക്തമാക്കി. യുഡിഎഫിലും കോൺഗ്രസിലും സീറ്റ് ധാരണയായെന്നായിരുന്നു കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. കെപിസിസി പ്രസിഡന്റ് മത്സരിക്കേണ്ടതില്ലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. ഫെബ്രുവരി 20 മുമ്പ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അണിനിരക്കുമെന്നായിരുന്നു കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായെന്നും ഇന്നലെ അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ 20 പാർലമെന്റ് നിയോജകമണ്ഡലത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട്, ചിത്രമുണ്ട്. അവിടെ ആർക്കെത്ര മത്സരിക്കണമെന്നതിനെക്കുറിച്ചും ഏകദേശ ധാരണയിൽ ഞങ്ങൾ എത്തിയ കാര്യം ഞാൻ അറിയിക്കട്ടെ. മുതിർന്ന നേതാക്കളിൽ പലരും ഈ അവകാശവാദം തള്ളിയതോടെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മുല്ലപ്പള്ളി ഇന്നു പറഞ്ഞത്. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെന്ന് ആവർത്തിച്ചു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പൊതുധാരണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുല്ലപ്പള്ളിയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നതായിരുന്നു യുഡിഎഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിന്റെയോ യുഡിഎഫിന്റെയോ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. മൂന്നാമത് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടാനിരിക്കുന്ന മുസ്ലിം ലീഗും മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായെന്ന വാദം തള്ളി. മുന്നണിക്കകത്ത് സീറ്റ് വിഭജനത്തിന്റെ ചർച്ച നടന്നിട്ടില്ല. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മൂന്നാം ലോക്സഭാ സീറ്റിനായി നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യൂത്ത് ലീഗ്. മൂന്നാം സീറ്റ് ചോദിച്ചു വാങ്ങണമെന്ന് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനും പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകനുമായ മുയീൻ അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. ലീഗിന് കൂടുതൽ സീറ്റിന്റെ അർഹതയുണ്ടെന്നും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസ് പ്രതികരിച്ചു. സീറ്റ് ചോദിക്കാനുള്ള അവകാശം പോലെ കൊടുക്കാതിരിക്കാനും അധികാരമുണ്ടെന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി. മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് യൂത്ത് ലീഗ് നേതാക്കൾ. മൂന്നാം സീറ്റ് വേണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യം ശക്തമാണെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയീൻ അലി തങ്ങൾ പറഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷത്തിന് പാർലമെന്റിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഇത് മുൻനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് UDFുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയത്. നേരത്തെ ലീഗിന് 2 രാജ്യസഭാ സീറ്റുണ്ടായിരുന്നത് 1 കുറഞ്ഞു. മലബാറിൽ മുസ്ലിം ലീഗിന് ലഭിക്കുന്ന ജനപിന്തുണ പരിഗണിച്ച് UDF അർഹമായ അംഗീകാരം നൽകണമെന്നാണ് ആവശ്യം. മൂന്നാം സീറ്റ് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രസക്തമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും പ്രതികരിച്ചു. മൂന്നാം സീറ്റിന് മാത്രമല്ല അർഹതയുള്ളത്, അർഹതയുടെ ലെവൽ വെച്ച് പരിശോധിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അതിൽ കൂടുതൽ അർഹതയുള്ള പാർട്ടിയാണ്, യാതൊരു സംശയമില്ല. അതേസമയം സീറ്റ് ചോദിക്കാനുള്ള അവകാശം എല്ലാ കക്ഷികൾക്കുമുണ്ടെന്നും കൊടുക്കാതിരിക്കാനുള്ള അധികാരം UDFിനുമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ ലഭിച്ചേക്കാവുന്ന മന്ത്രിസ്ഥാനത്തിനു വേണ്ടി കൂടുതൽ സീറ്റ് ചോദിക്കാതിരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം മുയീൻ അലി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ലീഗിന് മൂന്നാമത് സീറ്റിന് അർഹതയുണ്ടെന്ന് സമസ്ത EK വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗവും എഴുതി. പാർട്ടിയിൽ ആവശ്യം ശക്തമായിട്ടും മൂന്നാം സീറ്റ് വിഷയം ലീഗ് നേതൃത്വം ഇതുവരെ UDFിൽ ഉന്നയിച്ചിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കി കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് DCC നേതാക്കളുമായി ചർച്ച തുടങ്ങി. തിരുവനന്തപുരത്തെ യോഗത്തിൽ പകുതിയോളം ഭാരവാഹികളും എത്താത്തതിനെ മുകുൾ വാസ്നിക് വിമർശിച്ചു. സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ജില്ലാ ഭാരവാഹികളുടെ അഭിപ്രായം ആരായുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ DCC ഭാരവാഹികളുമായായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ച. നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഇതെന്നും പ്രവർത്തകരുടെ മനസ്സ് മനസ്സിലാക്കുകയാണ് ലക്ഷ്യമെന്നും മുകുൾ വാസ്നിക് പറഞ്ഞു. തിരുവനന്തപുരത്തെ യോഗത്തിൽ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളടക്കം 180 പേരാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ പകുതിയോളം ഭാരവാഹികളും എത്തിയിരുന്നില്ല. ഭാരവാഹികൾ പങ്കെടുക്കാത്തതിലുള്ള അനിഷ്ടം മുകുൾ വാസ്നിക് യോഗത്തിൽ വ്യക്തമാക്കി. ശനിയാഴ്ച വരെ മുകുൾ വാസ്നിക് സംസ്ഥാനത്ത് തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ഭാരവാഹികളുമായി AICC ജനറൽ സെക്രട്ടറി ചർച്ച നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാട് ഉമ്മൻചാണ്ടി മയപ്പെടുത്തി. ഹൈക്കമാൻഡ് പ്രതിനിധി മുകുൾ വാസ്നിക്കും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന സൂചന നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞില്ല. ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഉമ്മൻചാണ്ടി ഇതുവരെ. MLA മാർ മത്സരരംഗത്തുണ്ടാവില്ലെന്നായിരുന്നു ന്യായീകരണം. എന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നതിന് മുൻപ് തന്നെ ഉമ്മൻചാണ്ടി മയപ്പെട്ടിരിക്കുകയാണ്. തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു.
ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. Certainly there will be suggestions made from time to time as to what should be happening. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ഒരു ഫോറത്തിലും ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. ഞാനോ ഇല്ല, അങ്ങനെ ഒരു സാഹസത്തിന് ഞാനില്ലേ. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കാനിറങ്ങുമെന്ന് ഉമ്മൻചാണ്ടിയും മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് ഹൈക്കമാൻഡും വ്യക്തമാക്കിയതോടെ ഇനി ഉയരുന്ന ചോദ്യം ഏതാകും മണ്ഡലം എന്താണ്? മത്സരിക്കാനിറങ്ങുന്നതിലേക്ക് എത്തിയതിനേക്കാൾ നാടകീയമാകും ആ മണ്ഡല നിർണയം. ആർ കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്രയുടെ കാസർകോട്ടെ ഉദ്ഘാടനം UDF നേതാക്കളുടെ സംഗമവേദിയായി. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ നൽകുമെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. ഭൂരിഭാഗം സീറ്റും മുന്നണി നേടുമെന്നും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാമെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനവുമുണ്ടായി. ഒരിക്കൽ പിണങ്ങി മുന്നണി വിട്ട മാണി കോൺഗ്രസ് വീണ്ടും UDFിൽ ശക്തമാകുന്നതിന്റെ പ്രകടനമായിരുന്നു കേരള യാത്രയുടെ ഉദ്ഘാടനവേദി. മാണിയെ ഭയക്കുന്നതുകൊണ്ടാണ് 3 തവണ അന്വേഷിച്ച വിജിലൻസ് കേസ് സർക്കാർ 4ാമതും അന്വേഷിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്നും ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് കോട്ടയം, അത് കേരള കോൺഗ്രസിന് തന്നെ. ഘടകകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കാനോ ഘടകകക്ഷികൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിക്കാനോ ഒന്നും കോൺഗ്രസ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കത്തില്ല. കേരള കോൺഗ്രസിനെ വീണ്ടും മുന്നണിയിലെത്തിക്കാൻ കാര്യമായ പങ്കുവഹിച്ച PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യസ്ഥാനം വഹിച്ചു. ചെറുകിട കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് KM മാണി കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കർഷകരക്ഷ, മതേതര ഭാരതം, പുതിയ കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന കേരള യാത്രയ്ക്ക് PJ ജോസഫാണ് പതാക കൈമാറിയത്. യാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. ന്യൂസ് 18 കാസർഗോഡ്. ശബരിമല സമരം ലക്ഷ്യം കണ്ടില്ലെന്ന് BJP കോർ കമ്മിറ്റിയിൽ വിമർശനം. സമരം നടത്തിയ പാർട്ടി അപഹാസ്യരായെന്ന് V മുരളീധരനെ അനുകൂലിക്കുന്നവർ ആരോപിച്ചു. മുരളീധര വിഭാഗത്തിലെ നേതാക്കൾ പിൻവലിഞ്ഞതാണ് സമരത്തെ ബാധിച്ചതെന്നായിരുന്നു മറുപക്ഷത്തിന്റെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. 8 സീറ്റ് ആവശ്യപ്പെട്ട BDJSന് 4 സീറ്റ് നൽകാനാണ് കോർ കമ്മിറ്റിയിലെ ധാരണ. തൃശൂരിൽ BJP കോർ കമ്മിറ്റി യോഗത്തിൽ ശബരിമല സമരത്തെ ചൊല്ലി രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ശബരിമല വിഷയം രാഷ്ട്രീയ ലക്ഷ്യം കണ്ടില്ലെന്നും സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്നും V മുരളീധരനെ പിന്തുണയ്ക്കുന്നവർ ആരോപിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടി അപഹാസ്യരായി. സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ മുരളീധര പക്ഷത്തെ നേതാക്കൾ പിന്മാറിയത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ മറുപടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനറൽ സെക്രട്ടറിമാർക്ക് തടസ്സമില്ലെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. സ്വന്തം നിലയ്ക്ക് മത്സരിക്കാനാകില്ലെന്ന സൂചനയും ശ്രീധരൻപിള്ള നൽകി. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കോ? സംസ്ഥാന പ്രസിഡന്റിനോടും യാതൊരു തടസ്സവുമില്ല. ശരിക്കും പവർ പൊളിറ്റിക്സിനേക്കാൾ താല്പര്യം അല്ലാത്തതാണ്. BDJSന് 4 സീറ്റുകൾ നൽകാനും യോഗത്തിൽ ധാരണയായി. ഏതൊക്കെ സീറ്റുകൾ നൽകണമെന്ന് പിന്നീട് തീരുമാനിക്കും. 8 സീറ്റുകളായിരുന്നു BDJS ആവശ്യപ്പെട്ടിരുന്നത്. BDJSുമായുള്ള ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും സീറ്റിനെ ചൊല്ലി NDAയിലും BJPയിലും തർക്കമുണ്ടാകില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയാം, ഞങ്ങളുടെ മുന്നണിയിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപിടിയും ഉണ്ടാവില്ല. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ NDAയിൽ തത്വത്തിൽ ധാരണയായെന്ന് PC തോമസ് ഡൽഹിയിൽ പറഞ്ഞു. കോട്ടയം എടുക്കണം എന്ന് നിർബന്ധിക്കുന്നുണ്ട്. കോട്ടയം ഞങ്ങൾക്ക് നൽകാനായിട്ട് പൊതുവെ ഒരു തയ്യാറാണ് ആളുകൾ, പ്രത്യേകിച്ച് മറ്റു കക്ഷികൾ. ഫെബ്രുവരി 2ാം വാരത്തോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 തൃശൂർ. അങ്ങനെയെങ്കിൽ എങ്ങനെ? പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിക്കുമോ? മത്സരിക്കാനല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയത് എന്തിനാണ് എന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. എന്നാൽ മത്സരിക്കില്ലെന്നാണ് ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 മാസത്തേക്ക് മാത്രമല്ല പ്രിയങ്കയെ ഉത്തർപ്രദേശിലേക്ക് അയച്ചത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനാണ് ഈ നീക്കം. मैंने उत्तर प्रदेश 2 महीने के लिए नहीं भेजा है.
പ്രിയങ്കയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഒരു സീറ്റല്ല. അയോധ്യയും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പഴയ മണ്ഡലമായ ഗോരഖ്പൂറും ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ പ്രദേശമാണ് പ്രിയങ്കയെ ഏൽപ്പിച്ചിരിക്കുന്നത്. 30 ലോക്സഭാ സീറ്റുകളാണ് പൂർവാഞ്ചലിലുള്ളത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനായില്ല. പ്രദേശത്തെ 141 നിയമസഭാ സീറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത്. ഈ അവസ്ഥ മാറണം. അതിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം പകരുക എന്നതാണ് പ്രിയങ്കയുടെ ദൗത്യം. ഈ ദൗത്യത്തിനിടെ മത്സരം കൂടി എളുപ്പമല്ല. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഇറങ്ങുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ റായ്ബറേലി പൂർവാഞ്ചൽ പ്രദേശത്തല്ല. മത്സരത്തിനിറങ്ങാതെ പ്രിയങ്ക പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിലും പഴയ മണ്ഡലമായ ഗോരഖ്പൂരിൽ മുഖ്യമന്ത്രി ആദിത്യനാഥിന് അത് മറികടക്കുന്ന പ്രചാരണവും നടത്തേണ്ടി വരും. രാഹുൽ ഗാന്ധിക്കാകട്ടെ പൂർവാഞ്ചൽ പ്രദേശത്ത് തന്നെയുള്ള അമേഠി പ്രിയങ്കയെ ഏൽപ്പിച്ച് രാജ്യത്താകെ പ്രചാരണത്തിനിറങ്ങാനുമാകും. കണക്കുകളും സാധ്യതകളും ഇങ്ങനെയൊക്കെയാണെങ്കിലും അമേഠിയിലെയും റായ്ബറേലിയിലെയും പ്രചാരണത്തിനപ്പുറം പ്രിയങ്ക ഇനിയും രാഷ്ട്രീയ മികവ് തെളിയിച്ചിട്ടില്ല. കാഴ്ചയിലെ സാദൃശ്യത്തിനപ്പുറം ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പാരമ്പര്യവും ഉൾക്കരുത്തും കോൺഗ്രസ് സ്തുതിപാഠകർ ചാർത്തിക്കൊടുക്കുന്ന അലങ്കാരം മാത്രമാണിപ്പോൾ. അത് തെളിയിക്കുകയെന്ന വലിയ വെല്ലുവിളിയും പ്രിയങ്കയുടെ മുന്നിലുണ്ട്. TJ ശ്രീലാൽ, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ കാവൽക്കാരൻ ജനങ്ങളോട് കള്ളം പറയുന്നുവെന്നും റഫേൽ ഇടപാടും നോട്ട് നിരോധനവും പ്രധാനമന്ത്രി നടത്തിയ വൻ അഴിമതിയാണെന്നും രാഹുൽ ആരോപിച്ചു. ഏറ്റെടുത്ത ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ ഇറ്റലിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട് അമേഠിയിൽ രാഹുലിനെതിരെ കർഷകർ പ്രതിഷേധിച്ചു. പ്രിയങ്ക ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിലിറക്കി പാർട്ടി അണികൾക്ക് ഉണർവേകിയ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ അമേഠിയിൽ പ്രചാരണം സജീവമാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടികൾ. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ മോഡിക്ക് താൽപര്യമില്ലെന്ന് രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടം എഴുതിത്തള്ളി. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നോട്ട് നിരോധനം. അതിൽ മോഡിക്ക് നേരിട്ട് പങ്കുണ്ട്. സന്ദർശനത്തിനിടെ അമേഠിയിലെ ഗൌരിഗഞ്ചിൽ രാഹുലിനെതിരെ കർഷകർ പ്രതിഷേധിച്ചു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഭൂമി തിരികെ നൽകിയില്ലെങ്കിൽ രാഹുൽ ഇറ്റലിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയും രാഹുൽ സന്ദർശിച്ചു. ഇരു മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷനെ ഉയർത്തിക്കാട്ടിയുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. അമേഠിയിൽ BJP സ്വാധീനം വർദ്ധിക്കുന്നതിനാൽ രാഹുൽ മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി തേടുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്കാണ് AICC പുനഃസംഘടനയെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. അതിന്റെ അലയൊലികൾ വരും വർഷങ്ങളിലും ഉണ്ടാകും. പ്രിയങ്കയുടെ വരവും KC വേണുഗോപാൽ സംഘടനാ ചുമതല ഏറ്റെടുത്തതും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് AICC പുനഃസംഘടന. എല്ലാ അർത്ഥത്തിലും മാസ്റ്റർ സ്ട്രോക്ക്. മോഡി ഭരണം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പടയോട്ടത്തിന് അദ്ദേഹത്തിന് കരുത്ത് നൽകുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ പുതിയ സ്ഥാനലബ്ധി കൂടുതൽ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആന്ധ്രയിൽ TDPയുമായുള്ള സഖ്യസാധ്യത തള്ളാതെ കോൺഗ്രസ്. TDPയുമായി സഖ്യമില്ലെന്ന പ്രസ്താവനയുടെ വിശദാംശങ്ങൾ ഉമ്മൻചാണ്ടിയോട് ആരായുമെന്ന് AICC വക്താവ് മനീഷ് തിവാരി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന ആന്ധ്രാപ്രദേശിൽ ചുമതലയുള്ള ഉമ്മൻചാണ്ടിയും സംസ്ഥാന PCC അധ്യക്ഷനും നടത്തിയതെന്ന് ആരായുമെന്നും തിവാരി അറിയിച്ചു. TDPയുമായി ദേശീയ തലത്തിൽ മാത്രമാണ് സഖ്യമെന്നും സംസ്ഥാന തലത്തിൽ ഇല്ലെന്നും ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പരാതികൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകാനാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നുവെന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം. ബാലറ്റ് പേപ്പറിലേക്ക് ഒരു കാരണവശാലും മടങ്ങിപ്പോകാനാവില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളായിരിക്കും ഉപയോഗിക്കുക. And we are not going back to that era where we have ballot papers being lifted, musclemen being employed, besides the delay in the counting and also too much harassment of the polling staff on the ground.
മുതിർന്ന ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനെതിരായ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. അമേരിക്കയിലെ ഹാക്കറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. Simply making a statement, a one-sided decision from the Election Commission will not satisfy the people. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തന്നെ ജനവിധി തേടും. മോദി മണ്ഡലം മാറുമെന്ന അഭ്യൂഹങ്ങൾ ബിജെപി കേന്ദ്രങ്ങൾ തള്ളി. ഒടുവിൽ അതും ഉറപ്പായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലം മാറില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3.5 ലക്ഷത്തിലേറെ വോട്ടിന് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച വാരാണസിയിൽ തന്നെ ഇത്തവണയും നരേന്ദ്രമോദി അംഗം കുറിക്കും. ഇനി അറിയേണ്ടത് ആരാണ് മോദിയെ വാരാണസിയിൽ എതിരിടുക എന്നതാണ്. പ്രിയങ്ക തന്നെ മോദിയെ നേരിടാൻ വാരാണസിയിൽ ഇറങ്ങണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2014 നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ ഗുജറാത്തിലെ വഡോദരയിലും മത്സരിച്ചിരുന്നു. 5.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അവിടെയും വിജയിച്ചു. ഇത്തവണ മോദി വാരാണസി വിട്ട് പകരം ഒഡീഷയിലെ പുരിയിൽ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം തള്ളിയാണ് മത്സരം വാരാണസിയിൽ തന്നെയെന്ന് BJP നേതൃത്വം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സംസ്ഥാനം വിടുന്നത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വാരാണസിക്ക് പുറമെ ഒരിടത്തുകൂടി ഇത്തവണയും നരേന്ദ്രമോദി മത്സരിക്കുമോ? എങ്കിൽ അതെവിടെ? അതാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ട് കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, യോഗം തുടരുകയാണോ? ഇന്നൊരു തീരുമാനമുണ്ടാകുമോ? യോഗം തുടരുകയാണ്. 6 മണിയോടെയാണ് യോഗം ആരംഭിച്ചിരുന്നത്. പുതിയ CBI ഡയറക്ടറായി ആരെ നിയമിക്കണം എന്നത് സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ സെലക്ട് കമ്മിറ്റിയുടെ യോഗത്തിൽ നടക്കുക. പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനമന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, കോൺഗ്രസിന്റെ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് പങ്കെടുക്കുന്നത്. നിരവധി പേരുകൾ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് അഭ്യൂഹങ്ങളായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. 12 ഉദ്യോഗസ്ഥരുടെ ചുരുക്കപ്പട്ടികയാണ് ഡയറക്ടർ നിയമനത്തിനായി ഈ സമിതിക്ക് മുമ്പാകെ വന്നിട്ടുള്ളത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ അടുപ്പമുള്ള ഗുജറാത്ത് DGP ശിവാനന്ദ് ഝാ, ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ YC മോഡി എന്നിവർ പട്ടികയിലുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. മധ്യപ്രദേശ് കാഡർ ഉദ്യോഗസ്ഥയായ റീന മിത്രയും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ CBI ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ വനിതയായി മാറാൻ സാധ്യതയുണ്ട്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത് തിരഞ്ഞെടുപ്പുകൾക്കായി. ശരി, വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ അനുകൂല തീരുമാനം. എറണാകുളം, തൃശൂർ ജില്ലകളിലെ വനിതാ ജഡ്ജിമാരുടെ പട്ടിക വ്യാഴാഴ്ചയ്ക്കകം ലഭ്യമാക്കാൻ രജിസ്ട്രാറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകൾ പരിശോധിക്കാനുള്ള സംസ്ഥാനത്തെ കോടതികളുടെ സൌകര്യങ്ങൾ അതീവ ദയനീയമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിന്റെ വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്നും വിചാരണ വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വനിതാ ജഡ്ജി വേണമെന്നത് തന്റെ അവകാശമാണെന്ന് നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പുട്ടുസ്വാമി കേസിൽ സ്വകാര്യത ഇരയുടെ അവകാശമാണെന്ന 2017 സുപ്രീം കോടതി വിധിയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് കോടതി എറണാകുളം, തൃശൂർ ജില്ലകളിലെ വനിതാ ജഡ്ജിമാരുടെ ലഭ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. അടുത്ത വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ വനിതാ ന്യായാധിപരുടെ പട്ടിക സമർപ്പിക്കണം. അതേസമയം സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകൾ പരിഗണിക്കേണ്ട കോടതികളുടെ അപര്യാപ്തതയും സൌകര്യക്കുറവും ഗുരുതരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിയുടെ മുന്നിലൂടെ ഇരയായ വ്യക്തിക്ക് കോടതിയിലെത്തേണ്ട സാഹചര്യമാണുള്ളത്. പലപ്പോഴും നിർഭയമായി മൊഴി നൽകുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മറ്റ് സംസ്ഥാനങ്ങളിൽ പീഡനത്തിനിരയാകുന്നവർക്ക് മൊഴി നൽകാൻ കോടതികളിൽ പ്രത്യേക സംവിധാനമുണ്ട്. ഇവിടുത്തെ സ്ഥിതി ദയനീയമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി PK കുഞ്ഞനന്ദന് തുടർച്ചയായി പരോൾ നൽകുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം. അസുഖമുണ്ടെങ്കിൽ പരോൾ നൽകുകയല്ല, ചികിത്സ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചികിത്സയുടെ പേരിൽ പരോൾ വാങ്ങി കുഞ്ഞനന്ദൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയാണെന്ന KK രമയുടെ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 13ാം പ്രതിയും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ PK കുഞ്ഞനന്ദന് പിണറായി സർക്കാരിന്റെ കാലത്ത് 20 മാസത്തിനുള്ളിൽ 15 തവണയായി 193 ദിവസം പരോൾ അനുവദിച്ചതിനെ ചോദ്യം ചെയ്താണ് KK രമ ഹൈക്കോടതിയെ സമീപിച്ചത്.
പരോൾ ലഭിച്ചതിന്റെ പട്ടികയും രമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചാണ് കുഞ്ഞനന്ദന് പരോൾ അനുവദിക്കുന്നത്. ഹൈക്കോടതി അനുമതിയില്ലാതെ പരോൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിടണമെന്നുമായിരുന്നു രമയുടെ ഹർജിയിലെ ആവശ്യം. അടിയന്തര പരോൾ എന്ന പേരിലാണ് സർക്കാർ പരോൾ നൽകുന്നത്. അടുത്ത ബന്ധുവിന്റെ മരണം, വിവാഹം, വീട് തകരൽ തുടങ്ങി അവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരം പരോൾ അനുവദിക്കാവൂ എന്നാണ് കേരള ജയിൽ ചട്ടത്തിലെ 400-ാം വകുപ്പിൽ പറയുന്നത്. സർക്കാർ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തുവെന്നാണ് കെ രമയുടെ പരാതി. എന്നാൽ കുഞ്ഞനന്ദൻ ഗുരുതരമായ ക്യാൻസർ രോഗബാധിതനാണെന്നും ചികിത്സയ്ക്കാണ് പരോൾ അനുവദിച്ചതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ സർക്കാർ ചികിത്സ നൽകുകയാണ് വേണ്ടത്, പരോൾ അനുവദിക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി അറിയിച്ചു. കേസിൽ 2 ആഴ്ചക്കകം വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എതിർകക്ഷിയായ കുഞ്ഞനന്ദന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിന് വിദഗ്ധ സമിതിയുടെ ശുപാർശ. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവ സംയോജിപ്പിച്ച് ഒറ്റ ഡയറക്ടറേറ്റിന് കീഴിൽ കൊണ്ടുവരാൻ ഡോക്ടർ എം.എ. ഖാദർ ചെയർമാനായ സമിതി ശുപാർശ ചെയ്തു. 1 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള സ്കൂളുകൾ സ്ഥാപന മേധാവികൾ പ്രിൻസിപ്പൽ എന്ന പേരിലാകും അറിയപ്പെടുകയെന്നും സമിതി റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ പ്രാഥമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്താണ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന വിഭജനം ഇല്ലാതാകും. പകരം 1 മുതൽ 7 വരെ ലോവർ പ്രൈമറിയും പ്രൈമറിയുമായി മാറും. 8 മുതൽ 12 വരെ ലോവർ സെക്കൻഡറി എന്നും സെക്കൻഡറി എന്നും അറിയപ്പെടും. അധ്യാപകരുടെ യോഗ്യത ഉയർത്തും. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ അധ്യാപനത്തിന് അടിസ്ഥാന യോഗ്യതയായി ബിരുദവും ബിഎഡും വേണം. സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദത്തിനൊപ്പം ബിഎഡ് നിർബന്ധം. പ്രൈമറി പ്രവേശനത്തിന് മുമ്പ് കുട്ടികൾക്ക് പ്രീ സ്കൂളിംഗ് വിദ്യാഭ്യാസം നൽകണം. ഇതിന് ഏകോപിത സംവിധാനമുണ്ടാക്കും. സ്കൂൾ പ്രവേശന പ്രായം എത്രയെന്നത് പ്രീ സ്കൂൾ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തീരുമാനിക്കും. വിദ്യാഭ്യാസ ഭരണ സംവിധാനങ്ങളിലും മാറ്റമുണ്ട്. വിദ്യാഭ്യാസ സംവിധാനത്തിലെ അടിസ്ഥാന പ്രവർത്തന ഘടകം സ്കൂളുകളായിരിക്കും. ഒരു സ്കൂളിന് ഒരു മേധാവി മാത്രം, പ്രിൻസിപ്പൽ എന്നായിരിക്കും പേര്. പ്രിൻസിപ്പലിനെ സഹായിക്കാൻ ഒരു വൈസ് പ്രിൻസിപ്പലും ഉണ്ടാകും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം നേടിയവരെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകി പ്രിൻസിപ്പൽമാരാക്കും. നിലവിലെ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് ആ തസ്തികയിൽ തുടരാം. നിലവിലെ 3 പരീക്ഷാ ഭവനുകളെയും സംയോജിപ്പിച്ച് ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻ കേരളം എന്നാക്കി മാറ്റും. എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതല ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻസിനാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹാരിസൺ തോട്ടങ്ങളുടെ നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ സെക്രട്ടറിയുടെ നീക്കം തടഞ്ഞ് റവന്യൂ മന്ത്രി. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം കൊണ്ടുവന്ന് കരം പിരിക്കാനുള്ള റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ നിർദ്ദേശമാണ് തടഞ്ഞത്. മന്ത്രിയുടെ എതിർപ്പിനെ തുടർന്ന് വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. ഹാരിസൺ വിറ്റൊഴിഞ്ഞ തെന്മലയിലെ റിയ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിച്ച് പോക്കുവരവ് ചെയ്തു നൽകാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ മറപിടിച്ചായിരുന്നു ഹാരിസന്റെ പക്കലുള്ളതും വിറ്റൊഴിഞ്ഞതുമായ എല്ലാ തോട്ടങ്ങളുടെയും നികുതി സ്വീകരിക്കാൻ തീരുമാനമെടുക്കണമെന്നുള്ള റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ നിർദ്ദേശം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുപ്പിക്കാനായിരുന്നു നീക്കം. ഇന്നലെ രാത്രി വൈകി ഇതുമായി ബന്ധപ്പെട്ട ഫയൽ റവന്യൂ മന്ത്രിക്ക് കൈമാറി. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് റവന്യൂ സെക്രട്ടറി PH കുര്യന്റെ അസാധാരണ നടപടി. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്നും അതിനാൽ വിശദമായി പഠിച്ച ശേഷം മതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നതെന്നും മന്ത്രി നിലപാടെടുത്തു. മറ്റു ഭൂവുടമകളും സമാന ആവശ്യമുന്നയിച്ച് കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മന്ത്രിയുടെ തീരുമാനത്തെ ഹാരിസൺ കേസിലെ മുൻ ഗവൺമെന്റ് ലീഡർ സുശീല ഭട്ട് സ്വാഗതം ചെയ്തു. അദ്ദേഹം എടുത്ത ഈ കർക്കശ നിലപാട് ഇനിയും തുടരണം, വെള്ളം ചേർക്കാതെ. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ മൊത്തം ഭൂരഹിതരും പിന്നെ പട്ടയത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവർക്കും ഒരു നല്ലൊരു ആശ്വാസമായിരിക്കും ഈ തീരുമാനം. ഹാരിസൺ മലയാളം കൈവശം വച്ചിരുന്ന 38,000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. സർക്കാർ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുക്കുകയായിരുന്നുവെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. കാസർഗോഡ് പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും സ്ത്രീ സമൂഹത്തെ അപമാനിച്ചിട്ടില്ലെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ത്രീകളെക്കാൾ മോശമാണെന്ന പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ഖേദപ്രകടനം. ആ പ്രസ്താവനയുടെ അകത്ത് ഒരു ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യേണ്ട. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതുമല്ല. ഞാൻ ശബരിമലയിലെ ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ മുഖ്യമന്ത്രി കൈക്കൊണ്ട താണ നടപടികളെ വിമർശിച്ച് അതിനോടനുബന്ധമായി ഞാൻ സംസാരിച്ച ഒരു വാക്കാണ്. വലിയ പ്രതിപത്തിയോടെ എന്നെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കാൻ മനസ്സാ വാചാ കർമ്മണ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ഇനി ആ വാക്കുകൾ ആരെയെങ്കിലും നോവിച്ചെങ്കിൽ അതിന് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. മന്ത്രി കെ ടി ജലീൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. ജലീൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ ഇൻഫർമേഷൻ കേരള മിഷനിൽ സിപിഎം നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ബന്ധുവിന് അനധികൃത നിയമനം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണിയെന്നും ഫിറോസ് ആരോപിച്ചു. ഇൻഫർമേഷൻ കേരള മിഷനിൽ സിപിഎം നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരപുത്രൻ DS നീലകണ്ഠനെ ഡെപ്യൂട്ടി ടെക്നിക്കൽ ഡയറക്ടറായി നിയമിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു. ടെക്നിക്കൽ ഡയറക്ടർ സ്ഥാനത്തേക്കായിരുന്നു ആദ്യം നിയമനം ഉദ്ദേശിച്ചത്. ഇവിടെ യോഗ്യതയുള്ളവരെത്തിയപ്പോൾ ഡെപ്യൂട്ടി ടെക്നിക്കൽ ഡയറക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചു. ഇതിന് ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്ന വിവരാവകാശ രേഖയും ഫിറോസ് പുറത്തുവിട്ടു. ബന്ധുനിയമന വിവാദത്തിൽ കെ ടി ജലീലിനെ സംരക്ഷിക്കേണ്ടെന്നായിരുന്നു സിപിഎമ്മിന്റെ ആദ്യ നിലപാട്. എന്നാൽ ജലീൽ കോടിയേരിയെ കണ്ട ശേഷം നിലപാട് മാറ്റി. DS നീലകണ്ഠന്റെ നിയമനം ഉൾപ്പെടെ പുറത്തുവന്നാൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ജലീൽ ഭീഷണിപ്പെടുത്തി. സമാനമായ രീതിയിൽ സിപിഎമ്മിന്റെ നേതാക്കളുടെ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള ശ്രീ കെ ടി ജലീൽ അക്കാര്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ഒരു ബ്ലാക്ക്മെയിൽ രൂപേണ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎം ഇത്തരത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണവുമായി രംഗത്ത് വരാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. ഇൻഫർമേഷൻ കേരള മിഷനിലെ DK മണികണ്ഠന്റെ നിയമനം 5 വർഷത്തേക്കാണ്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ടും അഭിമുഖത്തിൽ കൂടുതൽ നൽകിയാണ് 1ാം റാങ്കുകാരനാക്കിയതെന്നും ഫിറോസ് ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മന്ത്രി കെ ടി ജലീൽ കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയെന്ന പി കെ ഫിറോസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഇ.പി. ജയരാജൻ. പി കെ ഫിറോസ് പ്രാന്ത് പറയുകയാണ്. പത്രക്കാരെ വിളിച്ച് വായിൽ തോന്നിയത് പറയുന്നുവെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. എല്ലാം അടിസ്ഥാനരഹിത. എന്തെങ്കിലും ഭ്രാന്ത് പറയുന്ന ആരെങ്കിലും ഓരോരുത്തർ പറയുന്നതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാനില്ല. എന്ത് സഹോദരി, എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കു തോന്നിയത് പറയലാണ്. ഇതൊരു അടിസ്ഥാനം വേണ്ടേ? ഭരണത്തിന്റെ അവസാന വർഷം നരേന്ദ്രമോദി സർക്കാർ ഇടക്കാല ബജറ്റിന് പകരം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ധനമന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പീയൂഷ് ഗോയൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കർഷകർ, ഇടത്തരക്കാർ, സ്ത്രീകൾ എന്നിവരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളുണ്ടാകും. അധികാരത്തിൽ നാളുകൾ എണ്ണപ്പെട്ട സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും ശക്തമായി എതിർക്കുമെന്നാണ് കോൺഗ്രസ് മുന്നറിയിപ്പ്. അധികാരത്തിലിരിക്കുന്ന അവസാന വർഷം വോട്ട് ഓൺ റെക്കോർഡ് മാത്രം അവതരിപ്പിക്കുന്ന കീഴ്വഴക്കം ഇക്കുറി മോഡി സർക്കാർ ലംഘിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 1 അവതരിപ്പിക്കുക ഇടക്കാല ബജറ്റോ വോട്ട് ഓൺ റെക്കോർഡോ മാത്രമാകില്ലെന്ന് ചർച്ചകളിൽ പങ്കെടുത്തവരും സൂചിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടത്തരക്കാരെ ആകർഷിക്കാൻ ആദായ നികുതി പരിധി 5 ലക്ഷം രൂപയായി ഉയർത്താനാണ് സാധ്യത. സ്ത്രീകൾക്കും കർഷകർക്കും ഗുണകരമായ പദ്ധതികളും പ്രഖ്യാപിച്ചേക്കാം. 5 വർഷം ഭരിക്കുന്ന സർക്കാർ 6ാം ബജറ്റാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണഘടനാ വിരുദ്ധവും പാർലമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്നതുമായ നീക്കം അനുവദിക്കില്ല. When you don't have a tenure, where do you derive the locus to present a budget for 365 days? സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ബഹിഷ്കരണവും കോൺഗ്രസ് പരിഗണനയിലുണ്ട്. അതേസമയം അധികാര തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതോടൊപ്പം പ്രഖ്യാപനങ്ങളുടെ ഗുണഫലം കിട്ടാൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന സന്ദേശം നൽകുക കൂടിയാണ് നീക്കത്തിലൂടെ സർക്കാരിന്റെ ലക്ഷ്യം. ഫെബ്രുവരി 1 അവതരിപ്പിക്കുക ഇടക്കാല ബജറ്റോ വോട്ട് ഓൺ അക്കൗണ്ടോ മാത്രമാകില്ലെന്ന് ചർച്ചകളിൽ പങ്കെടുത്തവരും സൂചിപ്പിക്കുന്നു. ന്യൂസ് 18 ഡൽഹി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഈ മാസം 31 ബജറ്റ്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് തന്നെയാകും നയപ്രഖ്യാപന പ്രസംഗത്തിലും ബജറ്റിലും ഊന്നൽ നൽകുക. ബജറ്റ് സമ്മേളനത്തോടൊപ്പം നിയമസഭയിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ഏറെയാണ്. പ്രളയത്തിന് ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമുള്ള സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിനും ബജറ്റ് സമ്മേളനത്തിനുമാണ് തുടക്കമാകുന്നത്. തോമസ് ഐസക്കിന്റെ 10ാമത് ബജറ്റിൽ കേരള പുനർനിർമ്മാണമാകും നിറഞ്ഞു നിൽക്കുക. സമ്പൂർണമായ ബഡ്ജറ്റും മാർച്ച് 31 വകുപ്പ് തിരിച്ചുള്ള പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വരികയും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്താൽ ഉദ്ദേശിക്കുന്ന നിലയിൽ അത് നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നേക്കും. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി ഫെബ്രുവരി 7 സഭ പിരിയും. ആകെ 9 ദിവസം സഭ ചേരുന്നതിൽ നയപ്രഖ്യാപനത്തിനും ബജറ്റ് അവതരണത്തിനും ഓരോ ദിവസവും, നന്ദിപ്രമേയ ചർച്ചയ്ക്കും ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്കും 3 ദിവസം വീതവും നീക്കിവച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സഭാതലത്തിൽ സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഭരണപക്ഷത്തിനും വിമർശിക്കാൻ പ്രതിപക്ഷത്തിനും കിട്ടുന്ന അവസാന അവസരം കൂടിയാണിത്. പ്രളയത്തിനു പുറമെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രത്യാക്രമണങ്ങൾക്ക് മൂർച്ചയേറും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രളയാനന്തര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന മന്ത്രി തോമസ് ഐസക്കിന് വെല്ലുവിളിയായി കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. നികുതി വരവ് കുത്തനെ ഇടിഞ്ഞതിനൊപ്പം പ്രഖ്യാപിച്ച പദ്ധതികളിലേറെയും തുടങ്ങാനും കഴിഞ്ഞില്ല. കഴിഞ്ഞ ബജറ്റിൽ നികുതി വർദ്ധിപ്പിച്ചും പുതിയ വഴികൾ തുറന്നും അധിക വരുമാനമായി കണക്കാക്കിയത് 970 കോടി രൂപ. നികുതി വരുമാനമായി ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 58,000 കോടി രൂപ. ഈ 2 ലക്ഷ്യവും പാളി. പ്രതീക്ഷിച്ചതിന്റെ പരിസരത്തു പോലും നികുതി വരുമാനം എത്തിയില്ല. ഇതിന് പുറമെ ഭരണ സംവിധാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പ്രളയത്തിലേക്ക് മാറിയതോടെ പദ്ധതി നിർവഹണവും തടസ്സപ്പെട്ടു. ഓഖി തകർത്തെറിഞ്ഞ തീരദേശത്തിനായി എത്ര ചെലവഴിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിന് സഭയിൽ മറുപടി പറയേണ്ടി വരും. പിന്നെ കിഫ്ബി ഇങ്ങനെ തുടരണമോ എന്ന ചോദ്യമാണ്. 2 ബജറ്റുകളിലായി 64,000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. പ്രവാസി ചിട്ടിയും കടപ്പത്രവും ഉൾപ്പെടെയുള്ള ധനസമാഹരണ മാർഗങ്ങളൊന്നും ലക്ഷ്യത്തിന്റെ അടുത്തുപോലും എത്തിയതുമില്ല. ഇതിനെല്ലാം പുറമെ പ്രളയ ദുരന്തത്തിന് ശേഷവും സാമ്പത്തിക അച്ചടക്കമില്ലാത്ത തീരുമാനങ്ങൾ സർക്കാരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പ്രളയത്തിന് ശേഷം തകർന്ന സാമ്പത്തിക അവസ്ഥയുമായി ബജറ്റ് പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ധനമന്ത്രി തോമസ് ഐസക്കിന് മുന്നിലുള്ളത്. പക്ഷേ മുൻ ബജറ്റിനോട് ഒട്ടുമേ നീതി പുലർത്താനായില്ല എന്ന വിമർശനത്തെ മന്ത്രി നേരിടുക തന്നെ വേണ്ടിവരും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 8. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്രിമ കാലുകൾ മറിച്ചു കടത്തിയ ജീവനക്കാരനെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി. ഗുരുതര കുറ്റമാണ് ജീവനക്കാരൻ ചെയ്തതെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് കൃത്രിമ കാൽ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിർധന രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും നൽകുന്ന കൃത്രിമ കാലുകളാണ് ജീവനക്കാരൻ കടത്തിയത്. കാൽ ഓഫീസിനകത്ത് നിന്ന് ജനൽ വഴി പുറത്തേക്ക് മാറ്റിയ ശേഷം ഇയാൾ തന്നെ പുറത്തെത്തി ഇത് എടുത്തു മാറ്റുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഗുരുതര കുറ്റകൃത്യമാണ് ജീവനക്കാരൻ ചെയ്തത്. കർശന നടപടിയുണ്ടാകും. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും നടപടി. പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു വിദ്വാൻ എടുത്തുകൊണ്ടുപോയി തന്നെയാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നല്ല. അത് അക്ഷന്തവ്യമായ കുറ്റമാണ്. അയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ 300ഓളം രോഗികൾ കൃത്രിമകാലിനായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഈ ക്രമക്കേട് നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് യുവതികൾ ദർശനം നടത്തിയതെന്ന് കോടതിയിൽ പോലീസിന്റെ സത്യവാങ്മൂലം. യുവതീ പ്രവേശനം സാധ്യമാക്കാൻ 1 വർഷം കൂടി എടുക്കുമെന്ന ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കെത്തി. വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും ശബരിമലയിൽ എത്താതിരുന്ന പത്തനംതിട്ട എസ്പിയുടെ നടപടിയെ വിമർശിച്ച് നിരീക്ഷണ സമിതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. VIP ഗേറ്റിലൂടെ യുവതികളെ സന്നിധാനത്തേക്ക് എത്തിച്ച നടപടിയെയും സമിതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ നിരീക്ഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാതിരുന്നത് മനഃപൂർവ്വമായിരുന്നില്ലെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സംരക്ഷണമൊരുക്കേണ്ട ചുമതലയുള്ളതിനാലാണ് ഹാജരാകാതിരുന്നത്. ശബരിമല കർമ്മസമിതി, ആചാര സംരക്ഷണ സമിതി തുടങ്ങിയവരുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ടായിരുന്നു. കനകദുർഗയ്ക്കും ബിന്ദുവിനും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് 4 പോലീസുകാർ സുരക്ഷ നൽകി. പ്രതിഷേധക്കാർ തിരിച്ചറിയാതിരിക്കാനാണ് സിവിൽ വേഷത്തിൽ പോലീസുകാർ പോയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യുവതികൾക്ക് സുരക്ഷ നൽകാൻ പോലീസിന് ബാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. VIP ഗേറ്റിലൂടെ യുവതികളെ ശ്രീകോവിലേക്ക് കൊണ്ടുപോയത് പ്രതിഷേധക്കാരിൽ നിന്ന് ഇവരെ രക്ഷിക്കാനാണെന്നും SP ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് സൗകര്യമൊരുക്കാൻ 1 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് നിരീക്ഷണ സമിതി ഹൈക്കോടതിക്ക് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് കഴിയില്ലെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമല നാമജപ പ്രതിഷേധത്തിൽ പങ്കെടുത്ത BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, കൌൺസിലർ സമ്പൂർണ്ണ എന്നിവരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. 700 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തിരുന്നു. ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു.
ശബരിമലയുടെ പേരിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചുവെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. സുപ്രീംകോടതി വിധി ഏതു വിധേനയും നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കാരണമാണ് സംഘർഷം തുടങ്ങിയത്. RSS അത് ഏറ്റെടുത്തു. പ്രധാനമന്ത്രി പ്രശ്നപരിഹാരത്തിന് ഒരു വാക്കുപോലും പറഞ്ഞില്ലെന്നും AK ആന്റണി കുറ്റപ്പെടുത്തി. സാവകാശം വേണം, ഇപ്പോൾ ഒന്നും നിർബന്ധിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സുപ്രീംകോടതി കേട്ടേനെ. അതിന് പകരം വിധി വന്നുടൻ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ആരെതിർത്താലും വിധി നടപ്പാക്കും. കേരളത്തിലെ പോലീസ് മതിയാകാതെ വന്നാൽ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് കൊണ്ടുവന്നിട്ടും നടപ്പാക്കും. അവിടെ തുടങ്ങി. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനുള്ള സമിതികൾ താലൂക്ക് തലം വരെ വിപുലീകരിക്കാൻ തീരുമാനം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെയും സമിതിയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. വനിതാ മതിലിന്റെ തുടർച്ചയായി മാർച്ച് 15-ന് ജില്ലാതലത്തിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 9 അംഗ എക്സിക്യൂട്ടീവ് രൂപീകരിച്ചു. സംസ്ഥാന തലം മുതൽ താലൂക്ക് തലം വരെ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സംഘടനകളെ സമിതിയിൽ ഉൾപ്പെടുത്തും. ഇന്നേറെ തകർച്ച വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു തീരുമാനം കമ്മിറ്റി എടുക്കുകയും. വനിതാ മതിലിന്റെ തുടർച്ചയായി നവോത്ഥാന ആശയങ്ങളുടെ പ്രചാരണം തുടരും. ഫെബ്രുവരി 15 മുതൽ താഴെത്തട്ടിൽ സമിതികൾ രൂപീകരിക്കും. തുടർന്ന് ജില്ലാതലത്തിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും സമിതിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും കൺവീനർ. ഈ നാടിന്റെ നവോത്ഥാന ചരിത്രം പഠിക്കണം. ഇത്തരം ജീർണതകൾക്കെതിരെ സ്വയം പ്രതിരോധത്തിന് അവർ സന്നദ്ധരാകണമെങ്കിൽ ആ അവബോധം ഉണ്ടാകണമെന്ന് പറയുന്ന ആശയമാണ് ഞങ്ങൾക്ക് സർക്കാരിന്റെ മുൻപാകെ വെച്ചത്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരെ സമിതിയുടെ ഐക്യം നിലനിർത്താനാണ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. 2006 കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ മുഹമ്മദ് അസർ അറസ്റ്റിൽ. ഏറെക്കാലമായി ഒളിവിൽ കഴിയുകയായിരുന്ന അസറിനെ സൌദി അറേബ്യയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. സ്ഫോടനം ആസൂത്രണം ചെയ്തതിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട തടിയന്റെവിട നസീറുമായി ചേർന്ന് അസർ ഗൂഢാലോചന നടത്തിയെന്നാണ് NIA കേസ്. KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 4ാം ദിവസത്തിൽ. സമരം നാളെ നിയമസഭയുടെ മുന്നിലേക്ക് മാറ്റും. തിങ്കളാഴ്ച നിയമസഭയിൽ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 4 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം എംപാനൽ വിഷയമായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല സമരക്കാർക്ക് ഉറപ്പു നൽകി. ഏതായാലും ശരി, നാളെ കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ആദ്യത്തെ അടിയന്തര പ്രമേയം നിങ്ങളുടെയാണ്. പ്രതിപക്ഷം ആദ്യമായി നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രശ്നം റിസർവ് കണ്ടക്ടർമാരായ താൽക്കാലികക്കാരായി പിരിച്ചുവിട്ട നിങ്ങളുടെ പ്രശ്നമായിരിക്കുമെന്ന് തന്നെ അടിവരയിടുക. ബോധമില്ലാത്ത മാനേജ്മെന്റാണ് KSRTCയിൽ. സർക്കാർ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ബോധമുള്ള മാനേജ്മെന്റ് ആയിരുന്നു KSRTCക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് നടത്താൻ കഴിയുമായിരുന്നു. വിഷയം കോടതിയിലായതിനാൽ അന്തിമവിധി ഉണ്ടായ ശേഷം തീരുമാനമെടുത്താൽ മതിയെന്ന നിലപാടിലാണ് സർക്കാർ. സമരം നാളെ നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാറ്റാനാണ് സമരസമിതി തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. വലാർപാടം കണ്ടെയ്നർ റോഡിൽ ഫെബ്രുവരി 2 വരെ ടോൾ പിരിവ് നടപ്പാക്കേണ്ടെന്ന് ദേശീയപാത അതോറിറ്റി. പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇന്നലെ രാത്രി തന്നെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ നടത്തിയിരുന്നെന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വലാർപാടം കണ്ടെയ്നർ റോഡിൽ ടോൾ പിരിവ് തുടങ്ങാനാകാതെ പോയത്. ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ പിരിവ് ആരംഭിക്കൂവെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. രാവിലെ 8 മണിക്ക് ടോൾ പിരിവ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പാണ് അധികൃതർ നടത്തിയത്. എന്നാൽ സർവീസ് റോഡ് അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടുമായി നാട്ടുകാരും രംഗത്തെത്തി. മുളവാട് പ്രദേശത്ത് ഇതുവരെ പകുതി ഭാഗത്ത് മാത്രമേ ഈ സർവീസ് റോഡിന്റെ പണി നടക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ സർവീസ് റോഡ് പണി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടോൾ അനുവദിക്കാനായിട്ട് മുളവാട് ജനത ഒരിക്കലും സമ്മതിക്കില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വിവിധ സംഘടനകൾ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി.
പ്രതിഷേധം കനത്തതോടെ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും എടുത്തുമാറ്റി അധികൃതർ ടോൾ ബൂത്തുകൾ പൂട്ടി. പ്രോജക്ട് ഡയറക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ടോൾ പിരിവ് ആരംഭിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയ്ക്ക് ശേഷം നാട്ടുകാർ. കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടും അതുപോലെ തന്നെ എം.പിയുടെ എം.എൽ.എയുടെ സമയം നോക്കിയിട്ട് അറിയിക്കുകയുള്ളൂ. പക്ഷെ എന്തായാലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുവരെ എന്തായാലും ടോളിന്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. വല്ലാർപാടം മുതൽ കളമശ്ശേരി വരെ നീളുന്ന 17 കിലോമീറ്റർ പാതയിൽ പല്ലാരിമംഗലം ഭാഗത്താണ് ടോൾ പ്ലാസ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രാദേശിക പ്രതിഷേധങ്ങളെ തുടർന്ന് 2015-ലും ടോൾ പിരിവിനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഖനി അപകടത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം പുറത്തെത്തിച്ചു. ഖനിയിൽ കുടുങ്ങിയ 15 പേരിൽ ആരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിയാനായിട്ടില്ല. മറ്റുള്ളവരെക്കുറിച്ച് ഇതുവരെ വിവരമില്ല. ഡിസംബർ 13-നാണ് അനധികൃത കൽക്കരി ഖനിയിൽ അപകടമുണ്ടായത്. സമീപത്തെ നദിയിൽ നിന്ന് വെള്ളം കയറി ഖനി മുങ്ങുകയായിരുന്നു.